KPCC അധ്യക്ഷ പദവി സംബന്ധിച്ച് കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കി രഹസ്യ ചർച്ചകളും പ്രചാരണങ്ങളും നടക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ MM ഹസന് KPCC പ്രസിഡന്റ് ചുമതല നൽകിയിരുന്നുവെങ്കിലും തെരഞ്ഞെടുപ്പിന് ശേഷം പദവി തിരികെ നൽകിയിട്ടില്ല. ഇതാണിപ്പോൾ പ്രശ്നം കൊഴിഞ്ഞുമറിയാൻ കാരണം. താൽക്കാലിക ചുമതല നൽകിയ MM ഹസൻ നിലവിൽ പ്രസിഡന്റ് സ്ഥാനത്ത് തുടരുകയാണ്. ഈ അവസരം മുതലാക്കി പഴയ ഗ്രൂപ്പുകൾ വീണ്ടും തലപൊക്കിയത് പുതിയ തലവേദനയായേക്കും. ഗ്രൂപ്പുകളുടെ അഭാവമാണ് കോൺഗ്രസിന് പഴയ ഊർജമില്ലാത്തതിന് കാരണമെന്ന് ഇതുമായി ബന്ധപ്പെട്ട ചില ഗ്രൂപ്പ് നേതാക്കൾ അടക്കം പറയുന്നുമുണ്ട്. തൻ്റെ വിശ്വസ്തനായിരുന്ന ഹസനെ KPCC പ്രസിഡന്റാക്കണമെന്ന് ഉമ്മൻചാണ്ടി മുമ്പ് ആവശ്യപ്പെട്ടിരുന്നു. എ ഗ്രൂപ്പ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി രംഗത്തെത്തിയിട്ടുമുണ്ട്. എന്നാൽ താൻ സുധാകരന് എതിരല്ലെന്ന് ഹസൻ പ്രസ്താവിച്ചെങ്കിലും സ്വയം പിൻവാങ്ങില്ലെന്ന സൂചനയും നൽകി. സംഘടനാ സെക്രട്ടറി KC വേണുഗോപാലാകട്ടെ ഹൈക്കമാൻഡാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക എന്നാണ് വിശദീകരിച്ചിരിക്കുന്നത്. MM ഹസനോട് ചുമതലയിൽ തുടരാൻ നിർദ്ദേശിച്ചത് സംഘടനാ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയാണെന്നാണ് പുറത്തുവന്ന വിവരം. തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യാൻ ചേർന്ന കോൺഗ്രസ് നേതൃയോഗത്തിൽ പ്രചാരണം ശക്തമല്ലായിരുന്നു എന്ന ആരോപണം ഉയർന്നിരുന്നു. ഇത് ഫലത്തിൽ K സുധാകരന് എതിരാണ്. അദ്ദേഹത്തിൻ്റെ സംരക്ഷകനാകേണ്ട പ്രതിപക്ഷ നേതാവും യോഗത്തിൽ ഈ നിലപാട് സ്വീകരിച്ചെന്ന് മാത്രമല്ല, പാർട്ടിയുടെ സംഘടനാ മികവ് കൊണ്ടല്ല ഭരണവിരുദ്ധ വികാരമാണ് കോൺഗ്രസിന് ഗുണമായതെന്ന് പറഞ്ഞത് സുധാകരന് ക്ഷീണമായിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് കാലത്ത് സുധാകരനും സതീശനും തമ്മിലുള്ള അസ്വാരസ്യങ്ങളും അകൽച്ചയ്ക്ക് ആക്കം കൂട്ടിയിട്ടുണ്ട്. ശശി തരൂരും ബെന്നി ബെഹനാനും ഡീൻ കുര്യാക്കോസും തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല. നേതൃത്വത്തിലെ വിഭാഗീയത പ്രചാരണത്തിൽ പ്രകടമാകുന്നതായി ശശി തരൂർ തെരഞ്ഞെടുപ്പ് വേളയിൽ കേന്ദ്ര നേതൃത്വത്തോട് പരാതിപ്പെട്ടിരുന്നു. K സുധാകരനും VD സതീശനും തരൂരുമായി നല്ല ബന്ധത്തിലല്ലെന്നത് ഇതിന് കാരണമായും ചൂണ്ടിക്കാട്ടി. കാസർകോട്ടെയും കോഴിക്കോട്ടെയും ആറ്റിങ്ങലിലെയും സ്ഥാനാർത്ഥികൾ സംഘടനാ പ്രവർത്തനത്തിലെ പിഴവുകൾ ഉന്നയിച്ചതും തൃശൂരിലെ സ്ഥാനാർത്ഥി K മുരളീധരൻ ഇനി ലോക്സഭാ നിയമസഭാ മത്സരത്തിന് ഇല്ലെന്ന് പ്രഖ്യാപിച്ചതും പലതരത്തിലുള്ള ഊഹാപോഹങ്ങൾക്ക് വഴിമരുന്നിട്ടിട്ടുണ്ട്. തൃശൂരിൽ 200 ബൂത്ത് കമ്മിറ്റികൾ നിർജ്ജീവമായിരുന്നുവെന്ന് പറഞ്ഞ മുരളീധരൻ സംഘടനാ തലത്തിലേക്ക് മാറുവാനുള്ള ശ്രമത്തിലാണെന്ന സൂചനയും നൽകുന്നുണ്ട്. ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ സംഘടനയിൽ അഴിച്ചുപണി വരുമെന്ന വിവരവും പല നേതാക്കളും പങ്കുവെക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് സുപ്രഭാതം.